രാത്രി സമയം, നല്ല വിശപ്പ്. അപ്പം അമ്മ എന്താ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞേ? ഗീ റൈസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഓ, ഗീ റൈസ് ആണോ? ആ, ഗീ റൈസിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാമേ? ബസ്മതി റൈസ് 1/2 kg എടുത്തിട്ടുണ്ട്. ഞാനത് ഒരു 20 മിനിറ്റോളം ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് അത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഒരു വലിയ സവാള, ഒരു പച്ചമുളക്, ഒരു 7-8 ഏലക്ക, അതുപോലെ ഒരു 7-8 ഗ്രാമ്പു, ഒരു ജാതിപത്രി, പിന്നെ കുറച്ച് പട്ട, കുറച്ച് കാഷ്യൂസ്, കുറച്ച് റേസിൻസ്, പിന്നെ ഗീയും കുറച്ച് ഓയിലും. ആ സവാള ഞാൻ 2ആയിട്ട് മുറിച്ചു. ഒരു പകുതി ഞാൻ വഴറ്റാനെടുത്തു, ഒരു പകുതി ഞാൻ ഫ്രൈ ചെയ്ത് ഗാർണിഷിന് വേണ്ടി എടുക്കാൻ വെച്ചു. ആദ്യം നമ്മൾക്ക് ഈ നട്ട്സും മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തെടുക്കാം. പാൻ ചൂടായി. ഞാൻ മീഡിയം ടു ലോയിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കാഷ്യൂസ് വറുത്തെടുക്കാം. കാഷ്യൂസ് കുറച്ച് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ വേണം നമ്മൾ റേസിൻസ് ഇടാൻ കേട്ടോ. ഓക്കെ, നമ്മുടെ കാഷ്യൂസ് സ്ലൈറ്റ്ലി ബ്രൗൺ ആയി. അപ്പം നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഈ കിസ്മിസ് ഈ പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ്. അല്ലെങ്കിൽ ആ പാനിലിരുന്നാൽ ചൂട് കൊണ്ട് അത് പിന്നെയും കരിഞ്ഞു പോകാനോ വളരെയധികം റോസ്റ്റഡ് ആവാനോ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സവാള വറുത്തെടുക്കാം. പാൻ ചൂടായി. ഇനി കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് സവാള വറുത്തെടുക്കാനായിട്ട്. എണ്ണ ചൂടായി. നമ്മൾക്കപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ല ബ്രൗൺ ആയിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഇത് ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓണിയൻസ് ബ്രൗൺ ആയി തുടങ്ങി. അപ്പോൾ അങ്ങനെ അധികം അങ്ങോട്ട് മുരിക്കേണ്ട, കാരണം ഇരുന്ന് കുറച്ച് മുരിയും. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് കോരിയെടുക്കാം. ഓക്കെ, നമ്മുടെ ഓണിയൻസ് ഒക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഗീ റൈസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഇത് പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഗീ ഒഴിക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ഒഴിക്കുന്നത്. ഗീ ചൂടായി. നമ്മൾക്കപ്പോൾ ഈ മസാല ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് വഴറ്റാൻ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ കെറ്റിലിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂട് വെള്ളമാണ് നമ്മൾ ഇങ്ങോട്ട് ഒഴിക്കുക. ഒരു പച്ചമുളക് സ്ലിറ്റ് ചെയ്തിടുകയാണ്. ഓക്കെ, ഉള്ളി വഴണ്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വറുക്കാൻ വെച്ചിരിക്കുന്ന അരി നമ്മൾക്ക് ഇതിനകത്ത് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നമ്മൾ ഈ അരി ഒന്നിങ്ങനെ വറുത്തെടുക്കണം. എന്നിട്ട് നമുക്ക് ചൂടാക്കിയ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, തിളച്ച വെള്ളം ഒരു 2.5 കപ്പ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്.
ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഒരു ഹാഫ് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. തിളച്ചു കഴിഞ്ഞു. അപ്പം ഞാനത് അടച്ചു വയ്ക്കാൻ പോവാണ്. ഒരു 8 മിനിറ്റോളം നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. പതുക്കെ ഇളക്കി കൊടുക്കുക. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ പ്രസൻസ് എനിക്ക് തോന്നുന്നു. അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആവാനായിട്ട് 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, 2 മിനിറ്റ് ആയി. അപ്പോൾ ഞാൻ ഇനി എടുക്കാം. അരി നന്നായി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നട്ട്സും കിസ്മസും വറുത്ത ആ നെയ്യ് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ വറുത്ത് വെച്ച സവാള ഒക്കെ നമ്മൾ പിന്നെ വറുത്ത് വെച്ച നട്ട്സും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിത് അടച്ചു വെക്കാൻ പോവാണ്. ഒരു 5 മിനിറ്റത്തേക്ക് ഇത് അടച്ചു വെച്ചിട്ട് പിന്നെ ചൂടോടെ വിളമ്പാം. ഓക്കെ, 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനിയും പ്ലേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് പച്ചക്കൊത്തമല്ലി ഇവിടെ ഇതിൻ്റെ മേലെ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറായിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ വിശപ്പ് വരുന്നു. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. നിങ്ങൾക്ക് ഈ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെയും വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് ഒരു രസമായിരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം കടന്നുവരെ ദിസ് ഇസ് കറിവീട് സൈനിങ് ഔട്ട്.